അവന്റെ ആയുഷ്കാലം, ജീവിതം, ആയുഷ്കാലം എങ്ങനെ ചെലവഴിച്ചു എന്നതിനെ കുറിച്ച്, തന്റെ യുവത്വം, ആരോഗ്യമുള്ള അവസ്ഥ, രോഗാതുരമല്ലാത്ത ദൃഢനിശ്ചയത്തിന്റെ, ഉറച്ച ബോധ്യത്തിന്റെ, കരുത്തിന്റെ ആ സമയം എങ്ങനെ വ്യയം ചെയ്തു എന്നതിനെ കുറിച്ച് മറുപടി കൊടുത്തിട്ടല്ലാതെ തന്റെ ധനത്തെ കുറിച്ച് എങ്ങനെ നേടി, എങ്ങനെ ചെലവഴിച്ചു, എങ്ങനെയാണ് സമ്പാദിച്ചത്, എങ്ങനെയാണ് വ്യയം ചെയ്തത് എന്നതിനെ കുറിച്ച് കൃത്യമായ കണക്ക് കൊടുത്തിട്ടല്ലാതെ തന്റെ വിജ്ഞാനം എന്തായിരുന്നു, നേടിയ വിജ്ഞാനം, നേടേണ്ട വിജ്ഞാനം നേടിയിട്ടുണ്ടായിരുന്നുവോ കൂട്ടത്തിൽ, ആ വിജ്ഞാനത്തിന്റെ, അറിവിന്റെ, ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് പ്രവർത്തിച്ചത്, എങ്ങനെയാണ് കർമ്മം ചെയ്തത് എന്നതിനെ കുറിച്ചും മറുപടി പറയാതെ ഒരാൾക്കും ഒരടി നീങ്ങാൻ കഴിയാത്ത കടുത്ത പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ ചൂടിപ്പോകും എന്ന്. ഈ 4 കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വർത്തമാനം പറയാൻ നമ്മൾ നിർബന്ധിതരാണ് എന്ന്. എത്രമേൽ വലിയ താക്കീതാണ്, ഒരുപാട് പറയേണ്ടതില്ലാത്ത വിധം കൃത്യമാണ് വിവരങ്ങൾ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തമായ ശൈലിയിൽ ഹൃദയ മസ്തിഷ്കങ്ങളിൽ കൊള്ളിയാൻ മിന്നുന്നത് പോലെ, മിന്നൽ സൃഷ്ടിക്കും പോലെ, വലിയ ആഘാതമേൽപ്പിക്കും പോലെ ഒരുപാട് വർത്തമാനങ്ങൾ ഈ വിഷയമായി പറഞ്ഞതായി തിരുവചനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തും. ആയുഷ്കാലം, ജീവിതം എങ്ങനെ ചെലവഴിച്ചു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ സമയം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്ന്, എങ്ങനെ ചെലവഴിക്കുന്നു എന്ന്, ആർക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന്, നമ്മുടെ സമ്പത്ത് എങ്ങനെ നേടുന്നു എന്ന്, എങ്ങനെ ചെലവഴിക്കുന്നു എന്ന്, ആർക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന്, നമ്മുടെ ആരോഗ്യം എങ്ങനെ ചെലവഴിക്കുന്നു എന്ന്, എങ്ങനെ അതിനെ വ്യയം ചെയ്യുന്നു എന്ന്, ഏത് മാർഗത്തിൽ ചെലവഴിക്കാൻ പാടില്ല, പാടുള്ളൂ എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തത്ര നമ്മൾ ജീവിതത്തിൽ നിസ്സഹായരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലഘട്ടം അതാണ് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അവിടെയാണ് ഈ ഉത്ബോധനം പ്രസിദ്ധമാകുന്നത്. ആയുഷ്കാലം എങ്ങനെ ചെലവഴിച്ചു, യുവത്വം എങ്ങനെയാണ് വ്യയം ചെയ്തത്, സമ്പത്ത് എങ്ങനെ നേടി, എങ്ങനെ ചെലവഴിച്ചു, ഒപ്പം നമ്മുടെ വൈജ്ഞാനികതയുടെ മികവിലേക്ക് മത്സര ബുദ്ധിയോടുകൂടി കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നേടേണ്ട വിവരങ്ങൾ പലതും നേടാതിരിക്കുകയും, നേടേണ്ടതില്ലാത്ത വിവരങ്ങളിൽ അഗാധ പാണ്ഡിത്യമുണ്ടാവുകയും, യഥാർത്ഥ അറിവ് ഇല്ലാതെ പോവുകയും, വൃഥാ വ്യായാമങ്ങളെന്നുള്ള ഒരുപാട് അറിവുകളുടെ സമാഹാരം മുമ്പിൽ വെക്കുകയും ചെയ്യുന്ന വിഡ്ഢിത്തം നമുക്കിടയിൽ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ മാതാ അമിനബി അതുകൊണ്ട് എന്ത് പ്രവർത്തിച്ചു എന്നതിനെ കുറിച്ചും ഉത്തരം പറയേണ്ടി വരുമെന്ന്. 2 സംഗതികൾ പ്രധാനമാണ് ഈ പറഞ്ഞ തിരുവചനത്തിൽ. ഒന്ന് സമയമാണ്, രണ്ടാമത്തേത് ആരോഗ്യമാണ്. അതുകൊണ്ടാണ് ഉംറും ശബാബും, ഉംറും യുവത്വവും വേറെ വേറെ, വയസ്സും ആയുഷ്കാലവും യുവത്വവും വേറെ വേറെ എടുത്തു പറഞ്ഞത്. യഥാർത്ഥത്തിലെല്ലാം ഒന്നും തന്നെ. ആയുഷ്കാലം സമയമാണ്. ആ സമയത്തിൽ നല്ലൊരു ഘട്ടം യുവത്വത്തിൻ്റെതാണ്. ആയുഷ്കാലം സമയമാണ്. ആ ആയുഷ്കാല സമയ ജീവിതത്തിൽ നേടുന്നതാണ് നമ്മുടെ വരുമാനവും സമ്പത്തും. ജീവിതമാണ് നമ്മുടെ ആയുഷ്കാലം, ആയുഷ്കാലമാണ് ജീവിതം. അതിൽ നാം നേടുന്നതാണ് വിജ്ഞാനം, നാം പ്രവർത്തിക്കുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിലെ പ്രവർത്തനം. എല്ലാം ചേർത്ത് വെച്ചാൽ ഒരൊറ്റ വസ്തു തന്നെ, സമയം, ജീവിതം, സമയം. അതിനെ കുറിച്ച് കൃത്യമായ കണക്ക് കൊടുക്കണമെന്ന്. യുവത്വത്തെ കുറിച്ച് പ്രത്യേകം പറഞ്ഞതിന്റെ വിശദാംശങ്ങളും മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറയുന്നു. യഥാർത്ഥത്തിൽ തന്റെ ആരോഗ്യകാലം അല്ലാഹുവിന്റെ കൽപ്പനാനുസാരം അവന്റെ തൃപ്തിക്ക് വഴിപ്പെട്ടു. രാവും പകലും, രഹസ്യവും പരസ്യവും അവന്റെ ഇച്ഛാനുസാരം അവനെ ഏൽപ്പിച്ച നിയോഗം ഏറ്റെടുത്ത് അവന്റെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ആര് വ്യയം ചെയ്യുന്നുവോ അവൻ അത്തരം യുവാക്കൾക്ക് സ്വർഗമാണ്. അവർക്ക് മഹ്ശറയിൽ പ്രത്യേകമായ അംഗീകാരമാണ്. അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ഒരു നാളിൽ തമ്പുരാന്റെ അർശിന്റെ സിംഹാസനത്തിന്റെ താഴെ ശീതള ഛായയിൽ ഇരിക്കാൻ അവസരം കിട്ടുന്ന 7 പേരിൽ ഒരു കൂട്ടർ അല്ലാഹുവിന്റെ ആജ്ഞാനുസാരം ജീവിതം ചെലവഴിച്ച യുവാവാണ്, ചെറുപ്പക്കാരൻ. അല്ലാഹുവിന്റെ ആജ്ഞാനുസാരം ജീവിതം വ്യയം ചെയ്ത ചെറുപ്പക്കാരൻ. ആകപ്പാടെ നിസ്കരിച്ചു റക്അത്തുകളുടെ എണ്ണം പെരുപ്പത്തിൽ അഭിരമിക്കുന്നവർ എന്നു ഇതിനെ
ഇതിന് മഹാന്മാർ അർത്ഥം പറഞ്ഞിട്ടില്ല. കൽപ്പനാനുസാരം ജീവിക്കുന്നവൻ പള്ളിയിലും തെരുവിലും വീട്ടിലും സമൂഹത്തിലും സ്വകാര്യതകളിലും പരസ്യ ജീവിത മേഖലകളിലും തമ്പുരാന്റെ ഇച്ഛാനുസാരം യുവത്വത്തെ യഥാവിധി മയപ്പെടുത്തി ബലപ്പെടുത്തി മെരുക്കി എടുത്ത് ലക്ഷ്യബോധത്തോടെ ക്രമപ്രവൃത്തമായി സ്വയം ചെയ്യുന്ന ബുദ്ധിമാൻ അവൻ യുവാവായ അവൻ ഇவ்விதം അംഗീകാരം നേടാൻ യോഗ്യനാണ് എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സഹോദരന്മാരെ, ഇത്രയും പറഞ്ഞത് ഖുർആനും സുന്നത്തും ഈ വിഷയത്തിന് കൊടുത്ത പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഖുർആനും സുന്നത്തും ഊന്നിയിടത്ത് ഊന്നാൻ കഴിയാതെ പോയ കാലഘട്ടമാണ് നമ്മുടെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിവരയിട്ടിടത്ത് വായനയിൽ ഒന്ന് നിന്ന് ചിന്തിക്കാൻ കഴിയാതെ പോയ ധൃതിയുടേതാണ് നമ്മുടെ കാലഘട്ടം. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എങ്ങനെ സമയവും സമ്പത്തും ആരോഗ്യവും ചെലവഴിക്കണം എന്നതിൽ നിർണയങ്ങളില്ലാതെ പോയിരിക്കുന്നു, തീരുമാനങ്ങളില്ലാതെ പോയിരിക്കുന്നു. സമയം നമ്മെ കാത്തിരിക്കുകയില്ല. സമയം ഒന്നിനും മതിയാകുന്നില്ല എന്ന പരാതിയുടെ കാലഘട്ടമാണ് ഇത്. സമയത്തിന്റെ പെട്ടെന്നുള്ള സഞ്ചാരത്തെ കുറിച്ച് നമുക്ക് വേവലാതിയാണ്. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ സമയം പെട്ടെന്ന് കടന്നു കഴിഞ്ഞു പോവുകയാണ്. പെട്ടെന്ന് സമയം കടന്നു കഴിഞ്ഞു പോകുന്നത് ഖിയാമത്തിന്റെ അലാമത്തായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത്. ഖിയാമത്ത് നാൾ സമീപസ്ഥമാകുന്നതിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഹദീസ് വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രയോഗം നമുക്ക് കാണാം. സമയം പെട്ടെന്ന് തീർന്നു പോവുക. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച വളരെ വേഗത്തിൽ വരിക. ഒരു റമദാൻ മാസം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അടുത്ത റമദാൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് പോലെ. ഒരു മുഹറത്തിന്റെ പുതുവർഷ ആശംസ പരസ്പരം നേർന്നു ജീവിതത്തിൽ ഒരു ഇഹ്തിസാബി മനസ്സോടെ, ആത്മാപരിശോധന മനസ്സോടെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ വിലയിരുത്തി അടുത്ത ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന നാം കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്ക് ആ വർഷം കഴിഞ്ഞു പോകുന്ന വല്ലാത്ത മാനസികാവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വരിക. സമയം അങ്ങനെ കടന്നു പോവുകയാണ്. ആരെയും കാത്തു നിൽക്കാതെ സമയത്തിന്റെ ഈ ധൃതിയിലുള്ള കടന്നു കഴിഞ്ഞു പോക്ക് ഖിയാമത്തിന്റെ, ലോകാവസാനത്തിന്റെ അടയാളമായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നത് വളരെ കുറഞ്ഞ കാലമാണ്. പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന്റെ ആയുഷ്കാലത്തെ കുറിച്ച ഒരു പഠനം 60-70 വയസ്സിനിടയിൽ എന്നാണ്. 60-70 വയസ്സിനിടയിൽ ജീവിച്ചവരാണ് യഥാർത്ഥത്തിൽ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ കുറച്ച് ജീവിച്ചിട്ടുള്ളൂ. മരണാനന്തര ലോകത്ത് പുനരുദ്ധാന നാളിൽ അദ്ദേഹം ജീവിച്ചു പോയ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിച്ചാൽ വളരെ കുറഞ്ഞ കാലമായി അദ്ദേഹം അനുഭവപ്പെടുക. മനുഷ്യരിൽ ഏറ്റവും കാലം ജീവിച്ച ഒരു മഹാപ്രവാചകൻ ഉണ്ടായിരുന്നു, ഹസ്രത്ത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. 950 വർഷക്കാലമാണ് അദ്ദേഹത്തിന്റെ ആയുഷ്കാലം എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൽഫസനത്തിൻ ഇല്ലാ 50 ആമ, 1050 വർഷം കുറവ്. 1000 ആണ്ടിന് 50 വർഷം കുറവ്, അഥവാ 950 വർഷക്കാലം ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. മഹാനായ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചു. ആ മഹാനായ പ്രവാചകൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഹദീസിലുണ്ട്. യാ അക്ബറൽ അംബിയാഇ ഉംറ, യാ അക്ബറൽ അംബിയാഇ ഉംറ, ആയുസ് കൊണ്ട് ഏറ്റവും ദൈർഘ്യം നൽകപ്പെട്ട പ്രവാചകരെ, ദീർഘായുസ്സിനാൽ അനുഗ്രഹീതനായ പ്രവാചകരെ, കൈഫ വജത്ത ദുനിയ, ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ച് അങ്ങ് എന്താണ് അഭിപ്രായപ്പെടുന്നത്? അത് എങ്ങനെയാണ് അങ്ങേക്ക് അനുഭവപ്പെട്ടത്? 950 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ദീർഘമായ ഒരു കാലമാണ്. പുതിയ കാലഘട്ടത്തിലെ മനുഷ്യന് അത്തരം ഒരു ആയുഷ്കാലത്തെ ചിന്തിക്കാനേ സാധ്യമല്ല. അത്ഭുതപ്പെട്ടു പോകും, ഇത്രയും കാലം ഇങ്ങനെ ജീവിച്ചു എന്ന്. അങ്ങനെ 950 വർഷക്കാലം കർമ്മനിരതനായി ജീവിച്ച, എങ്ങനെയോ തന്നെ നീക്കിയ ജീവിതമായിരുന്നില്ല ഹസ്രത്ത് നൂഹ് അലൈഹിസ്സലാമിന്റെ. വളരെ കണിശമായ ചിട്ടപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്യത്തിലേക്ക് ക്രമപ്രബുദ്ധമായി മുന്നേറുകയും രാവും പകലും തന്റെ മുഴുവൻ കഴിവും ശേഷിയും സമ്പത്തും ശരീരവും വിജ്ഞാനവും അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിൽ വ്യയം ചെയ്യുകയും ചെയ്ത മഹാപ്രവാചകനോട് മലക്കുകൾ ചോദിച്ചു, ഇത്രയും കാലം ജീവിച്ച അങ്ങ് ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് എന്ന് പറയുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി മഹാൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കദാരിൻ ലഹാ ബാബാൻ, ദുനിയാവിലെ ജീവിതം 2 വാതിലുള്ള ഒരു വീട് പോലെയാണ്. കദാരിൻ, ഒരു വീട് പോലെ, ലഹാ ബാബാൻ, അതിന് 2 വാതിലുണ്ട്. ദഖൽതു മിൻ അഹദിഹിമാ വഖറത്തു മിൻ അല്ലാഹ്,
ദഖൽതു മിൻ അഹദിഹിമാ വഖറത്തു മിനൽ ആഖർ. ഒരു വാതിലൂടെ കയറിയിട്ട് അടുത്ത വാതിലൂടെ പുറത്തു പോയതുപോലെ ജന്മം കൊണ്ട് ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് മരണമാകുന്ന പ്രവേശന കവാടത്തിലൂടെ പുറത്തു പോകുന്ന ഈ ദുനിയാവിലെ ജീവിതം 950 വർഷക്കാലം അനുഭവിക്കാൻ അവസരം കിട്ടിയ ബുദ്ധിമാനായ കുറിച്ച ഭയം, പേടി, ചിന്ത എല്ലാം കൊണ്ടും ഉദാത്തമായ ഭാവം സ്വീകരിച്ച ഒരു മഹാപ്രവാചകൻ പറഞ്ഞ ഓർമ്മയാണ്. 2 വാതിലുള്ള ഒരു വീട്ടിലേക്ക് ഒരു വാതിലൂടെ പ്രവേശിച്ചിട്ട് അതിനകത്ത് കൂടി ഇങ്ങനെ കടന്നു വന്ന് അടുത്ത വാതിലൂടെ പുറത്തേക്ക് കടന്നു പോയാൽ എന്തായിരിക്കുമോ അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. അത്രയേ ഉള്ളൂ. ഒരു മിന്നൽ പിണർ പോലെ, ഒരു മിന്നായം പോലെ അത്ര ശുഷ്കമാണ് ആയുഷ്കാലം എന്ന് സഹോദരന്മാരെ ഈ മഹാപ്രവാചകൻ പറഞ്ഞു. എങ്കിൽ 950 നിന്ന് 60-70 വർഷം പിടിച്ചെടുത്താൽ നമ്മൾ ജീവിച്ച കാലത്തിന്റെ ആ ദൈർഘ്യക്കുറവ് നമുക്ക് ബോധ്യമാകുമെങ്കിൽ നമ്മെ സംബന്ധിച്ച് ഈ ഉപമ എങ്ങനെ മാറ്റി പണിയേണ്ടി വരും എന്നും ബുദ്ധിമാന്മാർ ചിന്തിക്കുക. അതുകൊണ്ട് സമയം എന്നത് അത്രമേൽ മഹത്തരമാണ്, തിരിച്ചു കിട്ടാത്തതാണ്, പകരം വെക്കാൻ സാധ്യമല്ലാത്ത ഒന്നാണ്, പകരം ലഭിക്കാത്തതാണ്. മഹാന്മാർ അതിനെക്കുറിച്ച് ധാരാളമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറയുന്നു, മാമി യൗമി യൻഷഖു ഫജ്റുഹു ഇല്ലാ വയുനാദി. ഓരോ പ്രഭാതവും പൊട്ടിവിടുന്നത് ഇவ்விதമുള്ള ഒരു വിളംബരവുമായിട്ടാണ്. യബ്ന ആദം, അല്ലയോ മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദ്, നിന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്. ഫതസവ്വദു മിന്നി, അതുകൊണ്ട് എന്നെ നീ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ. ഫഇന്നി ഇദാ മറയിതു, ഞാൻ കഴിഞ്ഞു കടന്നു പോയാൽ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമ നാൾ വരെ തിരിച്ചു വരില്ല. അതുകൊണ്ട് നന്നായി ഉപയോഗിച്ചോ. ഓരോ പ്രഭാതവും പൊട്ടിവിടുമ്പോ പ്രപഞ്ചത്തിൽ മുഴങ്ങുന്ന വിളിയാണത്തെയാണ് മഹാനവറുകൾ ബോധിപ്പിക്കുന്നത്. വിളിച്ചു പറയുന്നത് പോലെ, മുന്നറിയിപ്പ് നൽകുന്നത് പോലെ ആ പ്രഭാതം പൊട്ടിവിടുന്നത് ഇങ്ങനെ ഒരു അറിയിപ്പുമായിട്ടാണ്. നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. അനഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. വഅലാ അമലിക ഷഹീദ്, നിന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്. നമ്മുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയായിട്ട് ഈ സമയം ഹാജരാക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഫതസവ്വദു മിന്നി, എന്നിൽ നന്നായിട്ട് സാദ് സ്വീകരിക്കുക, പാതയും സ്വീകരിക്കുക. എന്നെ ശരിക്ക് അളന്ന് തിട്ടപ്പെടുത്തി ബുദ്ധിപരമായി ലക്ഷ്യബോധത്തോടു കൂടി ഉപയോഗപ്പെടുത്തുക. വെറുതെ കളയാൻ സമയമില്ല, വൃഥാ ചെലവഴിക്കാൻ ആരോഗ്യമില്ല, വേണ്ടാത്തതിന് കളയാൻ പണമില്ല, വേണ്ടതിന് പണിയെടുക്കാനും വേണ്ടതിന് ചെലവഴിക്കാനും സമയവും ആരോഗ്യവും പണവും ഇല്ലാതെ പോയ കൂട്ടർ ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, എങ്ങനെയൊക്കെയോ സമയം ചെലവഴിച്ചിട്ട് ഒരുപാട് കാലം വെറുതെ കളഞ്ഞാൽ വിരലിലടിക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് ഫതസവ്വദു മിന്നി, എന്നിൽ നിന്ന് നേടേണ്ടത് ശരിക്കും നേടിക്കൊള്ളുക. ഫഇന്നി ഇദാ മറയിതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഞാൻ സമയം കഴിഞ്ഞു പോയ ആ സമയം പിന്നീട് ഖിയാമത്ത് നാൾ വരെയും തിരിച്ചു പിടിക്കാൻ എനിക്ക് സാധ്യമല്ല. കവികളും സാഹിത്യകാരന്മാരും ഒക്കെ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ കഴിഞ്ഞുപോയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കി ഭാവന സാന്ദ്രമായ രീതിയിൽ യുവത്വത്തെ കുറിച്ച് പാടാറുണ്ട്, എഴുതാറുണ്ട്, ധാരാളമായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഒരു അറബി കവിയുടെ വർത്തമാനം ഇങ്ങനെ: വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ സകല പീഡാനുഭവങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കെ തന്റെ ചിന്തകളെ കാവ്യ ഭാഷയിൽ പകർത്തി പതിഞ്ഞ ആ മഹാനുഭാവൻ പാടുകയാണ്: യുവത്വമെന്നാണ്ട് തിരിച്ചു കിട്ടുമായിരുന്നെങ്കിൽ ഈ നിലപാദിച്ച കാലം എന്നെ എത്രമേൽ പീഡിപ്പിച്ചു എന്ന് ഞാൻ ആ യുവത്വത്തോട് പറയുമായിരുന്നു. എന്റെ യുവത്വം എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നു എങ്കിൽ ഇപ്പോൾ തലയും താടിയും നരച്ച, കണ്ണ് കുഴിഞ്ഞ, കവിളൊട്ടിയ, തൊലി തൂങ്ങിയ, മസില് അയഞ്ഞു തൂങ്ങിയ ഈ അവസ്ഥയിൽ ഞാൻ അനുഭവിക്കുന്ന പീഡാനുഭവങ്ങളെ കുറിച്ച് ശക്തമായ യുവത്വത്തോട് സംസാരിക്കുമായിരുന്നു എന്ന്. തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഒന്നിനെ കുറിച്ച് വിലപിക്കുന്ന വിരാമത്തിന്റെ ഏറ്റവും സാങ്കേതികമായ ശൈലിയാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കും അങ്ങനെ തന്നെ തിരിച്ചു കിട്ടാൻ സാധ്യമല്ല. അതുകൊണ്ട് അമൂല്യമായ സമ്പാദ്യമാണ് സമയം എന്ന് തിരിച്ചറിയാൻ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. അമൂല്യമായ സമ്പാദ്യമാണ് സമയം, ജീവിതം. അത് വൃഥാ പാഴാക്കാനുള്ളതല്ല. എന്തിനു വേണ്ടി എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോകണം. ഷഹീദ് ഹസൻ ബന്ന റഹിമഹുല്ലാഹ് പറയുന്നു: അൽ വഖ്തു ഹുവൽ ഹയാത്ത്, സമയമാണ് ജീവിതം.
അഥവാ ജീവിതമാണ് സമയം.